ലക്ഷദ്വീപ് എന്നാൽ 8-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ കേരളത്തിൽ നിന്നുള്ള കച്ചവട സംഘം കണ്ടെത്തിയ നാട്. അതിനിടയിൽ വാസ്കോഡിഗാമയും സംഘവും ഈ ദ്വീപ് കണ്ടെത്തുന്നു, ഇവിടെ ആക്രമിക്കുന്നു. ഇവിടുത്തെ വെള്ള മണ്ണും വെള്ള പൊന്നും അതോടൊപ്പം പെണ്ണിൻ്റെയും മഞ്ചു കണ്ട് വാസ്കോഡിഗാമ ഈ നാടിനെ സ്വന്തമാക്കുന്നു. അതിനുള്ള മധുര പ്രതികാരം എന്നുള്ള നിലയ്ക്ക് അവരെ ഒരു വിരുന്നിന് ഇവിടുത്തെ ആളുകൾ ക്ഷണിക്കുന്നു. ആ വിരുന്നിൽ ഭക്ഷണത്തിൽ പാമ്പിൻ്റെ വിഷം കലർത്തി വാസ്കോഡിഗാമയോട് പ്രതികാരം ചെയ്യുന്നു. ഇതിനിടയിൽ ഇന്ത്യ സ്വതന്ത്രമാകുന്നു. പണ്ട് കാലത്ത് വിശ്വസിച്ച പോലെ ലക്ഷം ദ്വീപുകളല്ല, ജനവാസമുള്ള 10 ദ്വീപുകൾ. വർത്തമാനകാലത്തെ ലക്ഷദ്വീപ് തലസ്ഥാന നഗരിയായി കവരത്തിയും സൗന്ദര്യം വാനോളം വിളിച്ചു പറയുന്ന മിനിക്കോയും ബംഗാരവും അതോടൊപ്പം തന്നെ കടമത്തും ഇതിലേറെ അത്ഭുതപ്പെടുത്തും. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും കഥകൾ ലോകത്തിന് മുമ്പിൽ എന്നും വിളിച്ചു പറയുന്ന ലക്ഷദ്വീപിൻ്റെ കഥകളാണ് ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. വീളുത്ത മണ്ണ് ശിരിച്ച് വിളങ്ങും നാട്, ആശകേറും ലക്ഷദ്വീപ് ഞങ്ങളെ നാട്. വീളുത്ത മണ്ണ് ശിരിച്ച് വിളങ്ങും നാട്, ആശകേറും ലക്ഷദ്വീപ് ഞങ്ങളെ നാട്. ബില്ലമെന്ന കുരൂരത്തിന് ഉടമ നാട്, ഇന്ത്യ നാടിൻ പൂക്കൾ നമ്മളെ പീരീശ നാട്. ഉബൈദുള്ള തങ്ങളെ വീടര നാട്, ഹമീദത്ത് ബീബിനെ പെറ്റൊരു നാട്. ഉബൈദുള്ള തങ്ങളെ വീടര നാട്, ഹമീദത്ത് ബീബിനെ പെറ്റൊരു നാട്. ഓമനപ്പൂവിനെ കണ്ടൊരു നാട്. നാട്ടിന് ഫളഫളലങ്കുന്ന ബില്ലത്തെ കണ്ടോ, നാട്ടിലെ മക്കളെ കോൽക്കളി പരിശക്കളി കണ്ടോ, ഇത്താത്തേലങ്കിന ഭട്ടിന പോഷാക്ക് കണ്ടോ, ഇത്തിര മൊഞ്ചം തിക്കിരി വേത്തും കണ്ടോ കണ്ടോ. നമ്മളെ നാടിന പേരറിയോണ്ടേ, തിളങ്ങി വിളങ്ങും മാക്കത്തി സത്ത്, കൊമ്മേനി അമ്മേനി കടമത്ത് മുത്തേ, ശേലൊത്ത ശേത്തിലാമ്പി കീളുത്തമ്പിയും വീരിങ്കിടി ബംഗാരവും കൽപ്പിത്തിയുമാ, മീനിക്കോയി റങ്കിന്റെ റങ്കാളു സുറുമാ, ബംഗാരം തിന്നകര നാട്ടിന പൊലിമാ, ശരിയം തുലാക്കം സുഹേലി പെരുമ, കവരത്തിരാശാത്തി കൽപ്പേനി പെരുമ, ശരിയം തുലാക്കം സുഹേലി പെരുമ, കവരത്തിരാശാത്തി കൽപ്പേനി പെരുമ. കണ്ടം കരളേ അന്തരോ മഹിമ, വീളുത്ത മണ്ണ് ശിരിച്ച് വിളങ്ങും നാട്, ആശകേറും ലക്ഷദ്വീപ് ഞങ്ങളെ നാട്. ബില്ലമെന്ന കുരൂരത്തിന് ഉടമ നാട്, ഇന്ത്യ നാടിൻ പൂക്കൾ നമ്മളെ പീരീശ നാട്. വീളുത്ത മണ്ണ് ശിരിച്ച് വിളങ്ങും നാട്, ആശകേറും ലക്ഷദ്വീപ്